ഇനി നമുക്ക് ഈ ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീകാന്ത് പറയുന്ന പോലെ ഈ നേവി പറയുന്നു ഡൈവിംഗ് ഇപ്പോൾ അസാധ്യമാണ്, മുങ്ങിപ്പരിശോധന നടത്തുക ആത്മഹത്യാപരമാണ്, അത്ര ശക്തമായ അടിയൊഴുക്കാണ് ഗംഗാവലി പുഴയിൽ ഇപ്പോഴുള്ളതെന്നാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗംഗാവലി പുഴയ്ക്ക് അടുത്ത് നിന്ന് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, പറയൂ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റ് അപ്ഡേറ്റ്സ് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ഈ 11ാം നാൾ ദൗത്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കേരളക്കരയെ ഒന്നാകെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു ഉത്തരമാണ് ഈ നമ്മുടെ 24 അടക്കം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നതും. പക്ഷേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി ഇന്ന് നടക്കണമെങ്കിൽ ഈ കാലാവസ്ഥ അനുകൂലമായേ തീരൂ എന്നുള്ളതാണ് ഇന്നത്തെ വസ്തുത. ഇന്ന് നമ്മുടെ 24 കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി കൂടി ഇന്നത്തെ രക്ഷാദൗത്യം എങ്ങനെയാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഒരു തവണ കൂടി പറയാം. അതായത് ഈ ലക്ഷ്മണന്റെ കടയിൽ 8 പേർ ഭക്ഷണം കഴിക്കാൻ കയറിയിരുന്നു എന്ന് പറയുന്നുണ്ട്. മഴയാണെങ്കിൽ ആ പ്രദേശം കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനാണ് അവിടേക്ക് മണ്ണ് വന്ന് വീണ് ആ കടയും കടയുടെ പിൻഭാഗത്താണ് ഇവർ താമസിച്ചിരുന്നത്. ഇവരുടെ വീടും അവിടെ തന്നെയായിരുന്നു. ആ വീട്ടിലേക്കും കൂടി മണ്ണ് വന്ന് വീണിട്ടുണ്ടായിരുന്നു. അവിടെ ആളുകൾ ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ചിരുന്നു. അവർ ആ മണ്ണിനടിയിലുണ്ടോ എന്നുള്ള കാര്യമായിരിക്കും ആദ്യഘട്ടത്തിൽ ഇന്ന് പരിശോധിക്കുന്നത്. അവരൊരു സംശയം ഇവിടുത്തെ കാർവാർ MLA അടക്കം പറഞ്ഞിട്ടുണ്ട്, ആ കൂട്ടത്തിൽ അർജുൻ ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. അതിനാൽ തന്നെ ആ കാര്യം കൂടി ചേർത്തായിരിക്കും അവിടെ ഇന്ന് അന്വേഷണം നടക്കുന്നത്. മഴയാണെങ്കിലും ആ പ്രവൃത്തി തുടരാം, പ്രശ്നമില്ല. കാരണം സാനി എക്സ്കവേറ്റർ പോലെയുള്ള വലിയ യന്ത്ര ഭാഗങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്, പരിശോധന നടത്തുന്നത്. അതിനാൽ തന്നെ അതിന് തടസ്സമില്ല, അത് നടക്കും. പക്ഷെ അത് നദിയോട് ചേർന്നാണ്, അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഇന്നലെ നമ്മൾ ആ ദുരന്ത സ്ഥലത്ത് പോയതാണ്. ഏത് നിമിഷവും വേണമെങ്കിൽ അവിടെ മല ഇടിഞ്ഞു വീഴാം. അതോടൊപ്പം തന്നെ ഈ പുഴയിൽ ജലനിരപ്പ് ഉയരാം. കാരണം കനത്ത മഴ വൃഷ്ടി പ്രദേശങ്ങളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് ഈ പറഞ്ഞ ഡ്രോൺ പരിശോധന. ഈ ഡ്രോൺ പരിശോധന നടക്കണമെങ്കിൽ കാലാവസ്ഥ ഒരല്പമെങ്കിലും അനുകൂലമാകണം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോഴും ഈ ദൗത്യ സംഘം ഉള്ളത്. ഒരു 10 മണിയോടുകൂടിയെങ്കിലും ഡ്രോൺ പരിശോധന ആരംഭിക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. മൂന്നാമത്തെ കാര്യമാണ് നേവിയുടേത്. ഈ ഡ്രോൺ പരിശോധനയിൽ ഇന്നലെ പറഞ്ഞ മൂന്നാമത്തെ സ്പോട്ടിൽ ഈ വാഹനമുണ്ട് എന്ന് കണ്ടെത്തിയാൽ, ഈ ട്രക്കിന്റെ ക്യാബിനുണ്ട് എന്ന് കണ്ടെത്തിയാൽ അവിടേക്ക് നേവി ഇറങ്ങി സ്കൂബ ഡൈവ് ചെയ്യുക, അത് സ്പോട്ട് ചെയ്യുക, മനുഷ്യന്റെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്, റെസ്ക്യൂ ഓപ്പറേഷന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഗംഗാവാലി പുഴയിൽ ഈ ഘട്ടത്തിൽ ഇറങ്ങുക എന്നുള്ളത് ആത്മഹത്യാപരമാണ്, മനുഷ്യന് അസാധ്യമായ കാര്യമാണെന്ന് നേവി പറയുന്നു. 6 മുതൽ 8 വരെ നോട്ടിക്കൽ മൈൽ ഒഴുക്ക് ഈ ഗംഗാവാലി പുഴയിലുണ്ട്. ഒരു 2 മുതൽ 3 വരെ ആണെങ്കിൽ പോലും ഈ നേവി ഒരു മനുഷ്യജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അവിടേക്ക് ഇറങ്ങും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കലങ്ങി ഒഴുകുന്ന നദിയിൽ അടിവശം കാണാൻ പോലും കഴിയില്ല, ക്യാമറ പോലും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും നേവി പറഞ്ഞു വെക്കുന്നു. അതിനാൽ നേവിയുടെ റെസ്ക്യൂ ഓപ്പറേഷൻ ഇന്ന് നടക്കും എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. ഈ പുഴയിലിറങ്ങിയുള്ള പരിശോധനയിൽ കാര്യമായ എന്തെങ്കിലും പുരോഗതി ഉണ്ടാകും എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. ഇനി ഒരു യോഗം ചേരാനുണ്ട്, അതിലായിരിക്കും തീരുമാനമുണ്ടാവുക. പക്ഷേ നമുക്ക് ഒരല്പം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത വരുന്നത്, ഈ ഡിഗി ബോട്ടുകൾക്ക് പകരം വലിയ ബോട്ടുകൾ എത്തിക്കാൻ ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട്. അത് കാർവാർ MLA മുൻകൈ എടുത്താണ് ചെയ്യാൻ പോകുന്നത്. ഈ മത്സ്യബന്ധന ബോട്ടുകളുണ്ട് ഈ പ്രദേശത്തെ, നാടൻ ബോട്ടുകൾ പോലെയുള്ളവയാണ്, യന്ത്രം ഘടിപ്പിച്ച വലിയ ബോട്ടുകൾ. അത് എത്തിച്ച് ഈ ഒഴുക്ക് മുറിച്ച് അതിന് നിൽക്കാൻ സാധിക്കുമെങ്കിൽ ആരെങ്കിലും അവിടെ ഇറങ്ങി പരിശോധിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിശോധിക്കാനോ ശ്രമിക്കും എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അതൊരളവ് ആശ്വാസം നൽകുന്നതാണ്. അപ്പോഴും ഈ ക്യാബിനടുത്തേക്ക് എത്താൻ പറ്റുമോ എന്നറിയില്ല, അതിനുള്ളിലേക്ക് ഇറങ്ങാൻ സാധിക്കുമോ എന്നറിയില്ല. മിനിമം ഈ ബോട്ട് അവിടെ ഒന്ന് ഉറപ്പിച്ച് നിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോഴും ഈ വലിയ ഒഴുക്കിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ മൂന്നാമത്തെ സ്പോട്ട്, ഈ ഗംഗാവാലി നദിയുടെ ഒത്ത നടുക്കുള്ള സ്പോട്ടിലേക്ക് എത്താൻ സാധിക്കൂ. അല്ലെങ്കിൽ കരയിലെ തിരച്ചിൽ തുടരുക എന്നുള്ളത് മാത്രമാണ് പോംവഴി. ഡ്രോൺ ഉപയോഗിച്ച് നടത്തുന്നത് ഈ അവിടെ നിന്നുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ അല്ല, ആ ക്യാബിൻ അവിടെ ഉണ്ടോ എന്നറിയാനാണ്, അതിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നറിയാനാണ്. അറിഞ്ഞാൽ പോലും റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ഈ നദിയിലേക്ക് ഇറങ്ങണം. വലിയ തടസ്സം ഇപ്പോഴുമുണ്ട്. SKN സത്യസന്ധമായ ഗ്രൗണ്ട് റിപ്പോർട്ട് ഇതാണ്. ഈ വാർത്തയ്ക്ക് വേണ്ടിയാണ് കേരളക്കരയിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത് എന്നറിയാം. മറ്റ് പൊടിപ്പോ തൊങ്ങലോ ഒന്നുമില്ലാത്ത വിധം ഡയറക്റ്റായി കൃത്യമായി ഗ്രൗണ്ടിൽ നിന്നും അറിയിക്കാനുള്ള വാർത്ത ഇത് തന്നെയാണ്.
പക്ഷേ നമുക്ക് പ്രത്യാശിക്കാം പ്രകൃതി അനുകൂലമായി മാറുമെന്ന്, രക്ഷാദൗത്യം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന്. ഇന്നലെ രാത്രി മുതൽ ഇവിടുത്തെ റോഡിലൂടെ വാഹനങ്ങൾ കുറേശ്ശെയായി കടത്തിവിട്ടു തുടങ്ങി. പകൽ സമയം രക്ഷാദൗത്യം നടക്കുമ്പോൾ വാഹനങ്ങൾ വിടില്ല, രാത്രി ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതുവരെയുള്ള കൃത്യമായ അപ്ഡേറ്റ്. താങ്ക് യു ശ്രീകാന്ത്. വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഷിരൂരിൽ നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം. രാവിലെ മുതൽ നല്ല മഴ പെയ്യുന്നു, അതുമാത്രമല്ല നല്ല കാറ്റുമുണ്ട്. നമ്മുടെ മാധ്യമപ്രവർത്തകരും ദൗത്യ സംഘവും ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ആഴത്തിൽ മുങ്ങിത്തപ്പുക എന്നൊരു പരിപാടിയായിരുന്നു ഇന്ന് പ്ലാൻ ചെയ്തിരുന്നത്. 11ാം ദിവസത്തിലേക്ക് അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നു. എന്നാൽ അടിയൊഴുക്ക് അതിതീവ്രമായി തുടരുന്ന ഗംഗാവലി പുഴയിൽ ഇപ്പോൾ മുങ്ങിത്തപ്പുന്നത് അസാധ്യമാണ്, വളരെ ദുഷ്കരമാണ്, പ്രയാസകരമാണ് എന്ന രീതിയിൽ വിദഗ്ധന്മാർ നമ്മോട് പറയും.